സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് തുടക്കമാകുന്നു എന്ന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വൈകിട്ട് 3 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്യും. സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ ചേരും. 3ാം സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം ചർച്ചയാകും. ഇന്ന് തൃശൂരിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനമുണ്ടാവുക. സിറ്റിംഗ് MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ലീഗുമായി പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല. ഈ ഇലക്ഷനെ കുറിച്ചും പാർട്ടി എങ്ങനെ മുന്നണി എങ്ങനെ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള താത്വികമായ ചർച്ചയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. മുന്നണിക്കകത്ത് അതൊക്കെ സൗഹാർദ്ദം എല്ലാ കാലവും തീർന്നിട്ടുണ്ട്, എക്കാലവും തീരും. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷനെ ഫേസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീടാണ്. 3 സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് K. മുരളീധരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ഇതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ല. മഹാസഭയുടെ ക്രമീകരണങ്ങൾ ഇന്ന് 3 മണിക്കാണ് മഹാസഭ. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ്? അജീഷ് ജയകുമാറാണ് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? അധിക സമയമില്ല ഇനി മഹാസഭ തുടങ്ങാൻ. സ്മിത, ഇനി 3 മണിക്കാണ് മഹാജനസഭ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന ഏറ്റവും വലിയ പരിപാടിയായിട്ടാണ് മഹാജനസഭയെ കാണുന്നത്. അതുകൊണ്ടാണ് അവരുടെ അധ്യക്ഷനെ തന്നെ നേരിട്ടിറക്കി അണികളിൽ പ്രവർത്തകരിൽ ഒക്കെ ആവേശം നിറയ്ക്കാൻ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 1 മാസത്തിനിടയ്ക്ക് 2 തവണ പ്രധാനമന്ത്രി നേരിട്ടെത്തിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. 2 തവണ ഇവിടെ എത്തി റോഡ് ഷോ നടത്തി ആളുകളെ അഭിസംബോധന ചെയ്തു. അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി കാണുന്നതും തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തൃശ്ശൂർ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ, കോൺഗ്രസ് അധ്യക്ഷനെ തന്നെ കേരളത്തിലെത്തിച്ച് ഈ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാനും തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രവർത്തകരും, അതായത് 25,177 ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലെ എല്ലാ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ബ്ലോക്ക് ലെവൽ ഓഫീസർമാരടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും ഇവിടെ എത്തിച്ച് വലിയൊരു ആൾക്കൂട്ടത്തെ ഇവിടെ എത്തിച്ച് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ പ്രവർത്തകർ തന്നെ നേരിട്ടെത്തുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ അവരെ തെക്കിൻകാട് മൈതാനത്തിൽ എത്തിച്ച് അവരുടെ ഉള്ളിൽ ആവേശം നിറയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. 3 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും. അതിന് മുന്നോടിയായി ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് മഹാജനസഭ കൃത്യം 3 മണിക്ക് തന്നെ തുടങ്ങും. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ.